നാളെ ഒരു കൂട്ടർ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് മോളെ. ക്ലാസ് കഴിഞ്ഞു വന്ന മാളവിക എന്ന മാളുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ അമ്മ മല്ലിക പറഞ്ഞു. ഇപ്പോഴും എന്തിനാമ്മേ പെണ്ണ് കാണലും കല്യാണമൊക്കെ? അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ എനിക്കിപ്പോൾ കല്യാണം നോക്കണ്ട എന്ന്. ഞാനും പറഞ്ഞതാ നിനക്ക് താല്പര്യമില്ലാതെ നോക്കണ്ട എന്ന്. അത്ര നിർബന്ധമാണെങ്കിൽ 1 വർഷം കൂടി കഴിഞ്ഞാൽ കോഴ്സ് കഴിയല്ലോ, അപ്പം നോക്കാം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അച്ഛന് പറ്റില്ല. നിനക്ക് താഴെ ഒരു പെൺകൊച്ചു കൂടി ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ പറഞ്ഞു വിടാനാ അച്ഛൻ ശ്രമിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി അമ്മ കല്യാണം. അച്ഛനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു മടുത്തു. അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. മാളു സങ്കടത്തോടെ അമ്മയെ നോക്കി. നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതിന് മറുപടിയായി കിട്ടിയതാണ് എൻ്റെ കവിളത്ത് കാണുന്ന ഈ പാട്. നിന്റെ അച്ഛൻ്റെ അടികൊണ്ട് മരിക്കാൻ എനിക്കൊരാഗ്രഹമില്ല മോളെ. അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് നടത്തിയിരിക്കും. അതുകൊണ്ട് എൻ്റെ മോള് അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി മേടിക്കാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണ് കാണാൻ സമ്മതിക്ക്. അവർ വന്ന് കണ്ടിട്ട് പോട്ടെ, ഇഷ്ടപ്പെട്ടാലല്ലേ കല്യാണം നടക്കുള്ളൂ. മല്ലിക മകളെ ആശ്വസിപ്പിച്ചു. അമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയെന്ന് കേട്ടപ്പോൾ മാളുവിന് സങ്കടമായി. തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് അമ്മയ്ക്ക് അടി കിട്ടിയിരിക്കുന്നത്. അവൾക്കൊരു നിമിഷം എന്തു പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. താൻ കാരണം അമ്മയ്ക്ക് ഇനിയും അടി കിട്ടണ്ട എന്ന് കരുതി അവൾ പെണ്ണ് കാണലിന് നിന്നു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് മാളുവിൻ്റെ പെണ്ണ് കാണൽ നടന്നു. അവളെക്കാൾ 15 വയസ്സിന് മുതിർന്ന ഒരു 2ാം കെട്ടുകാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പെണ്ണ് കാണാൻ വന്നത്. ഗവൺമെൻറ് ജോലി എന്ന് കണ്ടതും അച്ഛൻ മൂക്കും കുത്തി വീണു കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് മാളു അയാൾക്ക് ചായ കൊണ്ടു കൊടുത്തത്. പെണ്ണ് കാണാൻ വന്നവർ പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഇത്രയും മുതിർന്ന ഒരാളെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാളു വാശി പിടിച്ചെങ്കിലും അവളുടെ അച്ഛൻ അവളെ കുറേ അടിച്ചു. അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മയെ തല്ലുവെന്നായിരുന്നു ഭീഷണി. കല്യാണ ചെലവിനുള്ള പൈസയും പെണ്ണിനിടാനുള്ള ആഭരണവും വസ്ത്രവും ഒക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ കേട്ടാണ് കൂലിപ്പണിക്കാരനായ ദിനേശൻ തൻ്റെ മകളെ 15 വയസ്സിന് മുതിർന്ന ആൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. കല്യാണത്തിന് അധിക പൈസ ചിലവ് പറഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ നിന്നും ദിനേശൻ കാശ് എണ്ണി വാങ്ങി. ഡിഗ്രി 2ാം വർഷമാണ് മാളു പഠിക്കുന്നത്. അവൾക്ക് താഴെയുള്ള അനിയത്തി +2-ലാണ്. ദിനേശന് കൂലിപ്പണിയാണ്. മല്ലിക ഇടയ്ക്കിടെ തൊഴിലുറപ്പിന് പോകാറുണ്ട്. വളരെ സാധാരണ നിലയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിന് മാളുവിന് വന്ന കല്യാണം ലോട്ടറി അടിച്ചതിന് തുല്യമായിരുന്നു. മകളുടെ ഇഷ്ടം പോലും നോക്കാതെ അയാൾ അവളെ മധുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ടാണ് കല്യാണ പന്തലിൽ നിന്നും ഇറങ്ങി അവൾ മധുവിൻ്റെ കൂടെ കാറിൽ കയറിപ്പോയത്. തൻ്റെ ജീവിതം അതോടെ നരകതുല്യമായെന്നും പഠിപ്പ് അവിടെ തീർന്നുവെന്നും അവൾക്ക് മനസ്സിലായി. ആദ്യ രാത്രി പേടിച്ചാണ് മാളു കയ്യിൽ പാൽ ഗ്ലാസുമായി മധുവിൻ്റെ അടുത്തേക്ക് പോയത്. അയാൾ അവളുടെ വരവും കാത്ത് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പൊരിക്കൽ പോലും ഇരുവരും പരസ്പരം സംസാരിച്ചിട്ടില്ല. മധുവിനെ കാണുമ്പോൾ തന്നെ മാളു കിടുകിടാ വിറച്ചു. അവൻ കൈനീട്ടി അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. ശേഷം ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തി. മാളു അറപ്പോടെ അയാളുടെ കൈ തട്ടിമാറ്റി. എന്താടി, നിനക്ക് ഞാൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്കറിയാം. നിന്നെക്കാൾ 15 വയസ്സുണ്ടല്ലോ എനിക്ക്. പോരാത്തതിന് 2ാം കെട്ടും. എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ തന്തപ്പടിക്ക് കല്യാണത്തിനുള്ള കാശ് എണ്ണിക്കൊടുത്തത്, സ്വർണം അങ്ങോട്ട് ഇട്ട് തന്ന് നിന്നെ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയായി എൻ്റെ ഇഷ്ടത്തിന് നിന്നെ ഉപയോഗിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്നു മുതൽ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന് യോജിച്ച എത്ര സ്ത്രീകളെ കിട്ടുമായിരുന്നു. എന്നിട്ടും എന്തിനാണ് എൻ്റെ ജീവിതം തുലയ്ക്കാനായി നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്? മാളു കരഞ്ഞു. നിന്റെ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വില പേശി കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്നു മുതൽ നീ എനിക്ക് സ്വന്തമാണ്. നിന്റെ ശരീരത്തിന് മേൽ പൂർണ്ണ അവകാശവും എനിക്കാണ്. നിന്നെ തൊടാൻ എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഇങ്ങോട്ട് നീ കിടക്കടി. അതുപോലെ ആ സാരിയും കൂടി അങ്ങ് അഴിച്ചു മാറ്റിയേക്ക്. അപ്പോൾ പിന്നെ എൻ്റെ ജോലി അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. അത് പറഞ്ഞുകൊണ്ട് മധു തൻ്റെ ഷർട്ടും മുണ്ടും ഊരി അടിവസ്ത്രങ്ങളും മാറ്റി പൂർണ്ണ നഗ്നനായി അവൾക്ക് മുന്നിൽ നിന്നു. മാളു കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നെ തൊടരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടാനും ഈ വീടുമായി പൊരുത്തപ്പെടാനും എനിക്ക് കുറച്ചെങ്കിലും സാവകാശം തരണം. അല്ലാതെ ബലമായി എന്നെ പ്രാപിക്കാൻ ശ്രമിക്കരുത്. മാളു കരഞ്ഞു പറഞ്ഞെങ്കിലും മധു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. മധു അവളെ പിടിച്ച് കട്ടിലിൽ ചേർത്ത് കിടത്തി അവളുടെ സാരിയും വലിച്ചഴിച്ചു. അടിപ്പാവാടയിലും ബ്ലൗസിലും തനിക്ക് മുന്നിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനെ ആർത്തിയോടെ അവൻ നോക്കി. ശേഷം അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾ കൂടി മധു ഊരിമാറ്റി. മാളുവിൻ്റെ എതിർപ്പുകളൊന്നും വിലപ്പോയില്ല. കഷ്ടിച്ച് 20 വയസ്സുള്ള ഒരു പെണ്ണാണ് തനിക്ക് മുന്നിൽ കിടക്കുന്നതെന്നു കൂടി അയാൾ അവഗണിച്ചു.
മധുവിൻ്റെ കരുത്തുറ്റ കരങ്ങൾ അവളുടെ മാരടങ്ങളെ ഞെരിച്ചമർത്തി. മാളവിൻ്റെ നിലവിളി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി അവൻ അവളുടെ വായ മൂടിക്കെട്ടി. മാളവിൻ്റെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് അവൻ അവളെ പ്രാപിച്ചു. തുടർന്നുള്ള രാത്രികളിലും അത് തന്നെ ആവർത്തിച്ചു. മകൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മധുവിൻ്റെ അമ്മയ്ക്കും അറിയാമായിരുന്നു. പക്ഷെ മകനെ പേടിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സങ്കടം അവൾക്ക് ആരുമായും പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല. മധുവിൻ്റെ വീട്ടിലെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് ദുസ്സഹമായി മാറി. അവളെ പിന്നീട് അവൻ കോളേജിൽ പഠിക്കാനും വിട്ടില്ല. 1 മാസം എങ്ങനെയൊക്കെയോ ആണ് അവൾ തള്ളി നീക്കിയത്. ഇനിയും അവിടെ തുടർന്നാൽ മധുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് മാളു ഓർത്തു. ജീവിതത്തിൽ നിന്നും അത്ര പെട്ടെന്ന് ഒളിച്ചോടാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഒടുവിൽ അന്ന് രാത്രി തന്നെ പീഡിപ്പിക്കാൻ വരുന്ന മധുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തന്നെ മാളു തീരുമാനിച്ചു. അതിനായി അവൾ ഒരു വാക്കത്തിയും തലയണക്കടിയിൽ സൂക്ഷിച്ചു വെച്ചു. ശേഷം രാത്രിയുള്ള അവൻ്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് മാളുവിനെ തേടി ആ സന്തോഷ വാർത്ത എത്തിയത്. മധു ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നതാണ് അവളെ തേടിയെത്തിയ വാർത്ത. മാളുവും മധുവിൻ്റെ അമ്മയും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ചികിത്സ വൈകിയ കാരണം മധു മരിച്ചു കഴിഞ്ഞിരുന്നു. ആ വാർത്ത അവൾക്ക് വളരെയധികം ആശ്വാസം പകർന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മധുവിൻ്റെ ജോലി മാളുവിന് കിട്ടുകയും ചെയ്തു. അയാളുടെ പേരിൽ കിട്ടിയ ജോലി ആദ്യം വേണ്ടെന്ന് വെക്കാമെന്ന് തോന്നിയെങ്കിലും അയാളിൽ നിന്നും താൻ അനുഭവിച്ച ദുരന്തത്തിന് പകരമായി ആ ജോലി സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് മാളുവിന് തോന്നി. മധുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അവൾ പിന്നീട് സമാധാനത്തോടെ ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.